ഞങ്ങൾ ഈ പഞ്ഞി വീണ് കിടക്കുന്നത് ഈ ഇലവ് മരം മുറിച്ച് തരണമെന്നും പറഞ്ഞ് നവംബർ 28-ാം തീയതി പൗത്തരേശ്വരം പഞ്ചായത്തിൽ ഒരു പരാതി കൊടുത്തു. ഡിസംബർ 11-ാം തീയതി അദാലത്തിന് വിളിച്ചു. പക്ഷേ അവിടെ ചെന്നിട്ട് ഇവിടുത്തെ അന്വേഷിച്ച് ഒരു റിപ്പോർട്ടും അവിടെ ഇല്ലായിരുന്നു. ഡിസംബർ 22-നാണ് പിന്നെ ഇവിടെ വന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് എടുത്തുകൊണ്ട് പോയത്. ജനുവരി 11-ന് അദാലത്തിന് വിളിച്ചു. ഈ 2 അദാലത്തിനും ഈ മരം മുറിച്ച് തരണമെന്ന് പരാതി കൊടുത്ത ആൾ വന്നില്ല. ഞാൻ ഷേർലി സുനിലിന് എൻ്റെ അയ്യത്ത് നിൽക്കുന്ന മരം മുറിച്ച് തരണമെന്നും ചിന്നമ്മ ബാബുവിൻ്റെ അയ്യത്ത് നിന്ന് എൻ്റെ അയ്യത്തേക്ക് കിടക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ കോതണമെന്നും പറഞ്ഞാണ് പഞ്ചായത്തിൽ പരാതി കൊടുത്തത്. ഇത് നമ്മൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തത് നമുക്ക് പഞ്ചായത്തായിട്ട് ചെയ്തു തരേണ്ട കാര്യമായതുകൊണ്ടാണ്. 2 അദാലത്ത് വിളിച്ചിട്ട് അവർ പങ്കെടുത്തില്ല. ഓരോ മാസവും ഓരോ ആഴ്ചയൊക്കെ നീട്ടി പറഞ്ഞു. അവസാനം പറഞ്ഞ ഡേറ്റുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഹെൽത്തിൽ പരാതി കൊടുത്ത്. എനിക്ക് 2 പെൺപിള്ളേരാ മക്കളാണ്. അതിൽ ഒരാൾക്ക് 5 വയസ്സായില്ല, ഒരാൾക്ക് 18 വയസ്സായില്ല. അപ്പോൾ ഇവിടുത്തെ ആരോഗ്യ പ്രശ്നം പഞ്ഞിയൊക്കെ കിണറ്റിലൊക്കെ വീഴുന്ന കാരണത്താൽ ഞാൻ പരാതി കൊടുത്തിട്ട് അവിടുന്ന് ഹെൽത്തിൽ നിന്ന് അന്വേഷണത്തിന് വന്നു. അവരും മരം മുറിച്ച് തരണമെന്ന് പറഞ്ഞ് 2 വട്ടം ഇവിടെ അന്വേഷണത്തിന് വന്നിട്ട് അവരും പറഞ്ഞിട്ട് ഇതുവരെയും മുറിച്ച് തന്നില്ല. ഞാനങ്ങനെ കൊല്ലത്ത് കളക്ടറേറ്റിൽ പരാതി കൊടുത്തു. കഴിഞ്ഞ അതിനിടയ്ക്ക് വെച്ച് ഷേർലിയുടെ അപ്പം വന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ അയ്യത്താണ്, ഞാനത് മുറിച്ച് തരാം, എനിക്ക് ഒരാഴ്ച നീട്ടി തരണമെന്ന് പറഞ്ഞ് ഞാൻ നീട്ടിക്കൊടുത്തു. ആ ആഴ്ചയും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കളക്ടറേറ്റിക്ക് പരാതി കൊടുത്തത്. അർജൻറ്റായിട്ട് മുറിച്ച് തരണമെന്നും പറഞ്ഞ് ഞാനങ്ങനെ അതും അവിടുന്ന് കളക്ടർ പറഞ്ഞ് ജില്ലാ പഞ്ചായത്തിന് കൊടുക്കാൻ പറഞ്ഞു. കൊല്ലത്ത് തന്നെ ഞങ്ങൾ അവിടെ കൊണ്ട് കൊടുത്തു. അവിടുന്ന് വിളിച്ച് പറഞ്ഞു എത്രയും പെട്ടെന്നെന്ന് പറഞ്ഞു. എന്നിട്ട് പഞ്ചായത്തിൽ ചെല്ലണമെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ ചെന്നപ്പോൾ പറഞ്ഞു ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ അവിടെ എത്തിയിരിക്കും നോക്കാനെന്ന്. ഇന്നായപ്പം പഞ്ചായത്തിൽ നിന്ന് വിളിച്ചപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത് ആരായോ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അയാളുമായിട്ട് സംസാരിച്ചിട്ട് പിന്നെ പറയാമെന്ന് നീട്ടി. അത് കഴിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ വിളിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ വൈസ് പ്രസിഡൻറ്റിനെ എൻ്റെ ഭർത്താവ് വിളിച്ചപ്പോൾ പറയുന്നത് മറ്റേ സാറ് മീറ്റിങ്ങിന് പോയിരിക്കും, ഇവിടെ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ പറ്റാത്ത, വണ്ടി ഇല്ലാത്തത് കൊണ്ടാണെന്ന്. ഇങ്ങനെ ഒരു പഞ്ചായത്തിൻ്റെ അതിർത്തി പഞ്ചായത്ത് ചെയ്തു തരേണ്ട നിയമമായതുകൊണ്ട് ഞങ്ങൾ മറ്റൊന്നിനും പോകാതെ പഞ്ചായത്തിൻ്റെ കാര്യത്തിലായി ഇത്രയും മുന്നോട്ട് പോയത്. ഞങ്ങൾക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. ഈ പഞ്ഞികൾ മൊത്തം പെരയ്ക്കകത്തും കിണറ്റിലും എല്ലാം വീഴുകയാണ്. ഉള്ള മരംകാലുകൾ മൊത്തം വീണ് മഴ സമയത്ത് ചക്കയൊക്കെ എൻ്റെ മുറ്റത്ത് അടന്ന് വീണ് ആ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇതെല്ലാം ഞാൻ മെമ്പർക്ക് അയച്ചു കൊടുത്തതാണ്. മെമ്പറും വന്ന് പറഞ്ഞിട്ട് ഹെൽത്തുകാർ വന്നപ്പോൾ മെമ്പറും കൂടെ വന്ന് അപ്പോൾ അവർ പറയുന്നത് വസ്തു ലോൺ ഇരിക്കുന്നത് കൊണ്ട് മരം മുറിച്ച് തരാൻ പറ്റത്തില്ലെന്നാണ് ആ വസ്തു. അന്നേരം മെമ്പർ പറഞ്ഞു അത് ഞങ്ങൾ ബാങ്കിൽ നിന്ന് പേപ്പർ മേടിച്ചു തരാം, അയാൾ മുറിച്ച് കൊടുക്കാൻ. എന്നിട്ടും അയാൾ തയ്യാറാവുന്നില്ല. അയാൾ പറഞ്ഞ പഞ്ചായത്ത് മുറിച്ച് തരുന്നെങ്കിൽ തരട്ടെ, എന്നെ കൊണ്ടൊക്കത്തില്ലെന്നാണ് പറയുന്നത്. പഞ്ചായത്തിൻ്റെ ചിലവിൽ എന്ത് ചെയ്തു തരണം അത് സാധിക്കട്ടെന്ന്. അയാളല്ല ഒന്നും ചെയ്തു തരത്തില്ലെന്നാണ് പറയുന്നത്. ഈ മരം ഇത് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മറിഞ്ഞ് വീണാൽ എൻ്റെ വീട്ടിൻ്റെ മണ്ടയിലേക്കാണ് വീഴുന്നത്. ഒരു ഇച്ചിരി പൊക്കമാണ് ഈ മരം നിൽക്കുന്ന സ്ഥലം. നേരെ താഴത്തേക്ക് വീണാൽ എൻ്റെ വീട്ടിൻ്റെ മണ്ടയിലേക്കാണ് വീഴുന്നത്. അതുപോലെ തന്നെ ഈ മരംകാലുകൾ മൊത്തം എൻ്റെ പുരടത്തിലോട്ട് കിടക്കുന്നതുകൊണ്ട് എനിക്ക് കൃഷികൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഞാനത് പഞ്ചായത്തെ അറിയിച്ചപ്പോൾ കോതി തരണമെന്നാണ് അറിയിച്ചത്, മുറിക്കാനല്ല. ചിന്നമ്മ ബാബുവിൻ്റെ അയ്യത്ത് അത് എൻ്റെ ബാത്റൂമിൻ്റെ പുറത്തേക്ക് കിടക്കുന്നത് മാത്രം ഒരു മരം മാത്രം കോതി തന്നു, ബാക്കിയെല്ലാം കോതാതെ പഞ്ചായത്തിൽ അറിയിച്ചിരിക്കുന്നത് മൊത്തവും കോതിയെന്ന് സഖിയിട്ട് ഈ പൗത്തരേശ്വരം പഞ്ചായത്തിലും കയറി ഇറങ്ങി അദാലത്തിന് പോയി ഞാൻ കുഴഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിയത്. ദയവ് ചെയ്ത് എൻ്റെ നിയമപടി സ്വീകരിച്ച് സാറന്മാർ ഈ പിള്ളേരെ ഞങ്ങൾ ഓർത്ത്, അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ഇങ്ങനെ മലിന വെള്ളം കുടിച്ച് തീരുന്നതായിരിക്കും. ഞങ്ങൾക്ക് കയറിപ്പോകാനാണെങ്കിൽ ഒരു വഴി പോലും ഇല്ല. ഒരാപത്തുണ്ടായ അത്ര വല്ലാത്ത അവസ്ഥയാണ് ഞങ്ങളുടേത്. ഒരു കുന്നിറങ്ങി താഴെ വന്നൊരു ചെറയുടെ അരുവിനാണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾക്ക് മുകളിലോട്ട് കയറിപ്പോകാൻ ഒരു വഴിയില്ല. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇത് മുറിച്ച് തരാൻ പറഞ്ഞിട്ട്, ഭീഷണിയായ മരം പോലും മുറിച്ച് തരാൻ പറഞ്ഞിട്ട് ഇവർ സമ്മതിക്കാത്തത്. അതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ഈ മരം നമുക്കിവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഈ മരം ഞങ്ങളുടെ വീടിന് ഭീഷണിയാണെന്നുള്ളത്. ഈ ഒരു മരം മുറിച്ചു തരണമെന്നും അവരുടെ ജ്യേഷ്ഠത്തിൻ്റെ മറ്റ് മരംകാലുകളും മരത്തിൻ്റെ കാലുകൾ മരംകാലുകൾ കോതിത്തരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളത്. പക്ഷേ അവർ ഒരു മരത്തിൻ്റെ മരംകാലെല്ലാം കോതിത്തരികയും മറ്റതെല്ലാം കോതിത്തരാതിരിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ഇപ്പോൾ ഒരു പ്ലാവുണ്ട്, ഈ പ്ലാവും വീട്ടിലേക്ക് ചാഞ്ഞ് നിൽക്കുകയാണ്. അതും അപകടകരമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മനഃപൂർവ്വം അവർ ചെയ്തു തരത്തില്ല എന്നുള്ളതാണ്, ഭീഷണിയാണ്. ഇവിടെ വന്നിട്ട് ഞാൻ ഒരു ദിവസം രാവിലെ ജോലിക്ക് വന്നിറങ്ങുന്ന സമയത്ത് എൻ്റെ വൈഫിനെ വന്നിട്ട് അവർ ഭാര്യയും ഭർത്താവ്, അതായത് ഷേർലി എന്ന് പറഞ്ഞവരും സുനിലും രണ്ടുപേരെയും കൂടെ അവർ കഴിഞ്ഞ 4-ാം തീയതി ഇവിടെ വന്ന് എൻ്റെ വൈഫിനെ ചീത്ത വിളിക്കുകയും അസഭ്യം പറഞ്ഞിട്ട് എൻ്റെ മോളെയൊക്കെ മോശമായിട്ട് സംസാരിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട്. അത് ഇവനൊരു പാർട്ടിക്കാരൻ കൂടിയാണ്. അപ്പോൾ പാർട്ടിയുടെ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് അവൻ കാണിക്കുന്നത്.
അപ്പോൾ ഇവന് പിന്നെ പഞ്ചായത്തുമായിട്ട് ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ പഞ്ചായത്തുകാരിൽ അരുൺ സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരുൺ സാറിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് ഇങ്ങനെ കിട്ടി. അതായത് ഈ സുനിലെന്ന് പറഞ്ഞ വ്യക്തി, അതായത് ഈ വസ്തുവിൻ്റെ ഉടമയുടെ ഭർത്താവ്, അദ്ദേഹം ഈ പിന്നെ അരുൺ സാറിന്, അതായത് പഞ്ചായത്തിൻ്റെ വൈസ് സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു, അരുൺ സാറിന് എന്തൊക്കെയോ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു കാര്യം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹമാണ് പിന്നെ വ്യക്തിയെന്ന് എതിർകക്ഷിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവർ ഇന്നലെ വരാമെന്ന് പറഞ്ഞു, വന്നില്ല. ഇന്ന് വരാമെന്ന് പറഞ്ഞു, രാവിലെ വരാമെന്ന് വന്ന് കണ്ടില്ല, വൈകിട്ട് വരാമെന്നുള്ളത് കണ്ടില്ല. എൻ്റെ വൈഫ് വിളിച്ചപ്പം പിന്നെ അവർ സെക്രട്ടറി വിളിച്ചപ്പോൾ പറഞ്ഞു അവർ പിന്നെ വേറെ ഒരു പാർട്ടിക്കാരനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ആ പാർട്ടിക്കാരൻ സംസാരിച്ച് ഒത്തീർപ്പാക്കാൾ നോക്കട്ടെ, ഇല്ലെങ്കിൽ അവർ വരുമെന്ന് പറഞ്ഞു. പ്രസിഡൻറ്റിനെ വിളിച്ചപ്പോഴും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു. പക്ഷേ ഈ അരുൺ സാറിനെ വിളിച്ചപ്പോഴും അരുൺ സാറിന് പറയുകയാണ് അവർ മീറ്റിങ്ങിന് പോയിരിക്കുകയാണ്, അവർ മീറ്റിംഗ് കഴിയുമ്പം നമുക്ക് വണ്ടിയില്ല വരാൻ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. രാവിലെ വിളിച്ചപ്പം പറഞ്ഞു അത് തന്നെ പറഞ്ഞത്, വൈകിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു അവർ മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ടില്ല, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ നാളെയും അപ്പോൾ 2 ദിവസം ലീവാണ്, സെക്കൻഡ് സാറ്റർഡേ ആണ് നാളെ എന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല, ഞങ്ങൾ ചെയ്തോളാം, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പം പിന്നെ ഈ സുനിലെന്ന് പറഞ്ഞ വ്യക്തി ഈ അരുൺ സാറിന് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഇന്നലെ പഞ്ചായത്ത് സെക്രട്ടറിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുനിൽ സാറിൻ്റെ വായിൽ നിന്ന് വീണൊരു വാക്കാണ്, അരുൺ സാറിൻ്റെ വായിൽ നിന്ന് വീണൊരു വാക്കാണത്. അപ്പോൾ ഈ അരുൺ സാറിൻ്റെ വായിൽ, അപ്പം അവർ തമ്മിൽ എന്തോ ഒരു പിന്നെ മുൻ കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ കണക്ഷൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ അതാണ് ഈ സുനിലിൻ്റെ ധൈര്യം. അപ്പോൾ ഇതിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.